ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, ഷുഗറിന്റെ അളവ് ക്രമാതീതമായി കൂടുന്ന ഒരു അവസ്ഥയാണ് ഗർഭിണികളിലെ പ്രമേഹം അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് പ്രഗ്നൻസി എന്ന് പറയാം. യൂഷ്വലി ഇങ്ങനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് 40-45 വയസ്സ് കഴിയുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അമിതവണ്ണമുള്ള സ്ത്രീകൾ, പോളിസിസ്റ്റിക് ഓവറി ഉള്ള സ്ത്രീകൾ, മുൻപ് ഗർഭിണി ആയിരുന്നപ്പോൾ പ്രമേഹം ഉണ്ടായിരുന്ന സ്ത്രീകൾ, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾ, കുറച്ച് പ്രായം വൈകി ഗർഭിണിയാകുന്ന സ്ത്രീകൾ, ഇവർക്കൊക്കെ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാവുന്ന ഒരു രോഗമാണ് ഈ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം. ആദ്യത്തെ 3 മാസങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് പഞ്ചസാര നിയന്ത്രണാതീതമായി വരുന്നതെങ്കിൽ അത് ഗർഭം അലസിപ്പോകാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചക്കുറവിന് കാരണമാകും, കുഞ്ഞിന് ജന്മവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണമുണ്ടാക്കാം. ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാം. മാത്രമല്ല ഗർഭാശയത്തിനുള്ളിൽ വെള്ളം നിറയുന്ന ഒരു കണ്ടീഷൻ, അത് നമ്മൾ പോളിഹൈഡ്രാമ്യൂസ് എന്ന് പറയും. ഈ ഒരു അവസ്ഥ കാരണം ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവം നടക്കാം. കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നത് കാരണം വേറെയും പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. സിസേറിയൻ വഴിയുള്ള പ്രസവത്തിനുള്ള സാധ്യത കൂടും. ഒരു നോർമൽ ഡെലിവറി നടക്കുകയാണെങ്കിൽ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് നോർമൽ ഡെലിവറി, പ്രസവ സമയത്ത് കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടാകാം, പ്രസവം നടക്കുന്ന സമയത്ത് ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അതെന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിൻ്റെ തല വരും, പക്ഷേ കുഞ്ഞിൻ്റെ ബോഡി വരാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാം. നവജാത ശിശുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനിച്ച ഉടനെ പെട്ടെന്ന് ഷുഗർ കുറയാനും പെട്ടെന്ന് രക്തത്തിലെ കാൽസ്യം കുറയാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല പ്രമേഹ രോഗബാധിതരായ അമ്മമാർക്കുണ്ടാകുന്ന കുട്ടികളിൽ ശ്വാസകോശത്തിൻ്റെ വളർച്ച കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അതുകൂടാതെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂടിയിട്ടുള്ള ഒരു പോളിസൈത്തിമിയ എന്നുള്ള കണ്ടീഷൻ, പിന്നെ മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ഈ നവജാത ശിശുക്കളിൽ ഉണ്ടാകാവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് അത് കൺട്രോൾഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു HbA1c ടെസ്റ്റ് ചെയ്യാറുണ്ട്. HbA1c ലെവൽ ഒരു 10% കൂടുതലാണെങ്കിൽ കുഞ്ഞിന് ജന്മവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത ഒരു 25% കൂടുതലാണ്. ഓൾറെഡി പ്രമേഹമുള്ള ഒരു ലേഡി ആണെങ്കിൽ ഒരു ബ്ലഡ് ഷുഗർ ഒരു ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവൂ. ഗർഭാവസ്ഥയിൽ ഉള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രമേഹമാണെങ്കിൽ ഭക്ഷണ രീതിയിലുള്ള കുറച്ച് ചേഞ്ചസ്, വ്യായാമം, പിന്നെ ചെറിയ സിമ്പിൾ മെഡിക്കേഷൻസ് കൊണ്ട് നമുക്ക് അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ പ്രമേഹം നിയന്ത്രണാതീതമാക്കി നിർത്തുകയാണെങ്കിൽ ഈ സങ്കീർണതകളൊക്കെ ഏകദേശം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും.